ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിംഗ് ആട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ചൈന ഗ്രാസോ ജെലാറ്റിനൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള 3-4 ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 പാക്ക് ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോക്ലേറ്റ് ക്രീം ഉള്ളതും വൈറ്റ് ക്രീം ഉള്ളതും ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചോക്ലേറ്റ് ക്രീം ഉള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറും 1 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ഒരു മിൽക്കിൻ്റെ മിക്സ് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു ഒറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും ആ ഒരു സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നല്ല തിക്കാക്കി എടുക്കുക കേട്ടോ. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വലിയ ബബിൾസായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ബൂസ്റ്റ് മിക്സിൽ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. 2 ലെയറായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാശം ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കുക. ഒരു 3-4 മണിക്കൂറെങ്കിലും സെറ്റാക്കി എടുക്കണം കേട്ടോ. ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യുക, ബൂസ്റ്റ് പൗഡർ ഡസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതായത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.